ലൈഫിൽ സക്സസ്ഫുൾ ആകണമെന്ന് അല്ലെങ്കിൽ വിജയിക്കണമെന്ന് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ കുറെ മിസ്റ്റേക്കുകൾ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാതെ പോകുന്ന വിട്ടുപോകുന്ന അതിലൊന്നും വലിയ കാര്യമില്ലാന്ന് തോന്നിക്കുന്ന കുറെ മൈന്യൂട്ട് ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ലൈഫിൽ സക്സസ്ഫുൾ ആയിട്ട് വിജയിച്ചിരിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതൊക്കെ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നോക്കാം. വെൽക്കം ടു ജസ്റ്റ് ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും ഭയങ്കര സ്ട്രെയിറ്റ് ആയിട്ട് പവർഫുൾ ആയിട്ട് ഇരിക്കാനായിട്ട് നോക്കും. ഈ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരെ കണ്ടാൽ തന്നെ നമുക്ക് വേറെ അറിയാനായിട്ട് സാധിക്കില്ല. ഭയങ്കര പവർഫുൾ ഫീലിംഗ് ആണ് അവരെ കാണുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ അവരുടെ ഒരു കോൺഫിഡൻസിനെയും ഡോമിനൻസിനെയും ഒക്കെ ഈ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്നതിലൂടെ സൂക്ഷിപ്പിക്കാനായിട്ട് കഴിയും. എന്ത് റെസ്പോൺസിബിലിറ്റീസും ഏറ്റെടുക്കാനുള്ള ഒരു ധൈര്യമുള്ള ഒരു വ്യക്തിയായി സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്ന വ്യക്തികളൊക്കെ. അപ്പൊ നമ്മളിങ്ങനെ കൂടി തലയൊക്കെ താഴ്ത്തി ഇങ്ങനെ ഭയങ്കര ശോകമുഖമായിട്ട് നടക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഒട്ടും സെൽഫ് വാല്യൂ ഇല്ലാത്ത, ഒട്ടും കോൺഫിഡൻസ് ഇല്ലാത്ത, റെസ്പോൺസിബിലിറ്റീസ് ഒന്നും ഏറ്റെടുക്കാത്ത, ഒരു ഡോമിനൻസ് ഒന്നും കീപ്പ് ചെയ്യാത്ത ഒരു വ്യക്തിയായിരിക്കും. അങ്ങനെ കൂടി തല താഴ്ത്തിയിട്ടൊക്കെ നടക്കുന്നതായിരിക്കാം. എപ്പോഴും സ്ട്രൈറ്റ് ആയിട്ട് നടക്കുക, റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കുക, ഭയങ്കര കോൺഫിഡന്റ് ആയിട്ട് ഡോമിനൻസ് ആയിട്ട് നടത്താനായിട്ട് നോക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ചിലരുണ്ട് നമ്മുടെ ഒരു ഫിസിക്കൽ കെയറിനോ അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്തോ ഒന്നും വല്ലാണ്ട് ശ്രദ്ധിക്കില്ല. നേരെ മറിച്ച് നമുക്കൊരു പെറ്റ് ഉണ്ടെന്ന് കൂട്ടി, ഒരു കുട്ടിയോ അല്ലെങ്കിൽ ഒരു ഡോഗോ അങ്ങനെ എന്തെങ്കിലും നമുക്കൊരു പെറ്റുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നമ്മളെക്കാൾ കൂടുതൽ ആ പെറ്റിനെ ശ്രദ്ധിക്കുന്നതായിരിക്കും. അവരുടെ ഹെൽത്ത്, അവര് വീക്കിലി അല്ലെങ്കിൽ മന്ത്ലി ഡോക്ടറെ കൊണ്ടുപോയി കാണിക്കുന്നു, അവരെ നല്ലോണം ഫ്രഷ് ആക്കി വെക്കുന്നു, അങ്ങനെ എല്ലാ കാര്യങ്ങളും നല്ല നല്ല ഫുഡ് കൊടുക്കുന്നു. പക്ഷെ ഈ കെയർ ഒന്നും നമ്മളോട് തന്നെ കാണിക്കാത്ത ഒത്തിരി പേരുണ്ട്. ആ പെറ്റിനോടായിരിക്കും എല്ലാ കെയറും നമ്മൾ കൊടുക്കുന്നതായിരിക്കും. അതിന് കൊടുത്തോട്ടെ, അതൊന്നും വലിയ വിഷയമുള്ള കാര്യമല്ല. പക്ഷെ ആ കൊടുക്കുന്ന കെയർ പോലെ തന്നെ നമ്മൾ നമ്മളുടെ ഹെൽത്തിന്, നമ്മുടെ ഫിസിക്കലിനായാലും നമ്മുടെ മെന്റൽ ഹെൽത്തിനായാലും എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കുക. നമ്മൾ എപ്പോഴും നമ്മളെ തന്നെ കെയർ ചെയ്യാനായിട്ട് നോക്കുക, നമ്മളെ തന്നെ സ്നേഹിക്കാനായിട്ട് നോക്കുക. ഒരു ചെക്കപ്പ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ വർഷത്തിലോ അല്ലെങ്കിൽ മാസങ്ങളോ കൂടുമ്പോഴോ ചെക്കപ്പ് ഒക്കെ നടത്തുക. അതൊക്കെ വളരെ നല്ലതാണ്. നമ്മുടെ ഹെൽത്തും നമ്മുടെ ഫിസിക്കൽ ഹെൽത്തും മെന്റൽ ഹെൽത്തും ഒക്കെ നല്ല രീതിക്ക് കെയർ ചെയ്ത് കീപ്പ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് ശ്രദ്ധിക്കണം. ഓക്കെ. അതുപോലെ തന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫ്രണ്ട്ഷിപ്പ് അല്ലെ. ഈ സൗഹൃദങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിലൊക്കെ ഒരു സമ്മാനമാണ്. നല്ല സൗഹൃദം എന്ന് പറയുന്നത് ഇത്രത്തോളം വിലപ്പെട്ട കാര്യങ്ങളാണ് അല്ലെ. നമ്മുടെ ഒക്കെ സ്ട്രെസ് റിലീഫ് എന്ന് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിൽക്കുന്ന സൗഹൃദങ്ങൾ തന്നെയായിരിക്കും. ഇങ്ങനത്തെ സൗഹൃദങ്ങളും ആയിക്കോട്ടെ, നല്ലൊരു സൗഹൃദം മേ ബി ഒരു നമ്മുടെ പാർട്ട്ണർ, നല്ലൊരു ഫ്രണ്ട് ആയിരിക്കും. നമ്മുടെ എന്തായാലും സൗഹൃദങ്ങൾ അല്ലെങ്കിൽ അതിന്റെ ഒരു വാല്യൂ എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമൊന്നുമല്ല. നമുക്ക് ഏറ്റവും ടെൻഷൻ വരുന്ന സമയത്ത് അവരുമായിട്ട് കുറച്ചു നേരം കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ നമ്മളൊന്ന് സ്ട്രെസ്സിൽ നിന്ന് റിലീഫ് ആവും അല്ലെ. അപ്പോൾ നല്ല നല്ല ഫ്രണ്ട്ഷിപ്പുകൾ ചെയ്തെടുക്കാനായിട്ട് നോക്കുക, അവരുമായിട്ട് എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. പക്ഷെ ചില ഫ്രണ്ട്സ് ഉണ്ട് ഭയങ്കര ടോക്സിക് ആയിരിക്കും, ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിരിക്കും, നമുക്ക് യാതൊരു വിധത്തിലുള്ള ഒരു പോസിറ്റീവ് റെസ്പോൺസ് അവരുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കില്ല. അങ്ങനത്തെ ഫ്രണ്ട്സിനൊക്കെ അവോയ്ഡ് ചെയ്യുക. എപ്പോഴും ഒരു പോസിറ്റീവ് ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ കീപ്പ് ചെയ്യാനായിട്ട് നോക്കുക, അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. നമ്മൾ ഹാപ്പി ആയിട്ട് ഇരിക്കുക, നമ്മൾ ചില്ലായിട്ടിരിക്കുക, അവർ നമ്മൾ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും അല്ലെ. അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം, പലരും നമ്മളെ കമ്പയർ ചെയ്യുന്ന വ്യക്തികളായിട്ട് അല്ലെ, സ്വയം കമ്പയർ ചെയ്യുന്ന വ്യക്തികളായിട്ട് മറ്റുള്ള വ്യക്തികളുമായിട്ട്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. കമ്പയർ ചെയ്യാം, പക്ഷെ മറ്റുള്ള വ്യക്തികളുമായിട്ടല്ല. നിങ്ങളുമായിട്ട് തന്നെ കമ്പയർ ചെയ്യാൻ നോക്കുക. ഇന്നലെയുള്ള വ്യക്തിയാണ് നിങ്ങൾ ഇന്ന്, അല്ലെങ്കിൽ 2 ആഴ്ച മുന്നേ ഉള്ള വ്യക്തിയാണോ നിങ്ങൾ ഇന്ന്, അല്ലെങ്കിൽ 1 വർഷം മുന്നേ ഉള്ള വ്യക്തിയാണോ നിങ്ങൾ ഇന്ന്. അങ്ങനെ നിങ്ങൾ കമ്പയർ ചെയ്യുക. ഒരു ദിവസം 1% എങ്കിലും ഒരു ഇംപ്രൂവ്മെന്റ്, ഒരു ബെറ്റർ ക്യാരക്ടറായിട്ട് മാറാൻ കഴിയുന്നതാണെന്നുണ്ടെങ്കിൽ അങ്ങനെ 1 by day ഓരോ ദിവസം കഴിയുന്തോറും ഓരോ പെർസെന്റേജ് വെച്ച് മാറിക്കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ആഴ്ച കഴിയുമ്പോൾ വേറൊരു വ്യക്തിയായിരിക്കും, ഒരു മാസം കഴിയുമ്പോൾ നിങ്ങൾ വേറൊരു വ്യക്തിയായിരിക്കും അല്ലെ, അല്ലെങ്കിൽ ഒരു വർഷം കഴിയുമ്പോൾ നിങ്ങൾ വേറൊരു വ്യക്തിയായിട്ട് മാറും. അങ്ങനെ നിങ്ങൾ യെസ്റ്റർഡേയിലുള്ള നിങ്ങളും ഇന്നത്തെ നിങ്ങൾ കമ്പയർ ചെയ്യുക. അല്ലാതെ മറ്റൊരു വ്യക്തിയായിട്ട് നിങ്ങൾ ഒരിക്കലും കമ്പയർ ചെയ്യേണ്ട. നമുക്ക് ഒരിക്കലും ഒരു ഗ്രോത്ത് ഉണ്ടാവില്ല. നിങ്ങളെ തന്നെ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ നെഗറ്റീവ്സ് മനസ്സിലാക്കാൻ പറ്റും. ഇങ്ങനത്തെ കാര്യങ്ങളിൽ നമുക്ക് ഗ്രോത്ത് കൊണ്ടുവരണം, ഇങ്ങനത്തെ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ തന്നെ സ്വയം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെ ചെയ്യുന്നത്. അതുപോലെ തന്നെ ചിട്ടയായിട്ടുള്ള ഒരു ജീവിതം നയിക്കാനായിട്ട് നോക്കുക. ഒരു ഓർഡർ നമ്മുടെ ലൈഫിൽ കൊണ്ടുവരിക, ഒരു ഡിസിപ്ലിൻ നമ്മുടെ ലൈഫിൽ നമ്മൾ കൊണ്ടുവരിക, പങ്ക്ച്വാലിറ്റി കീപ്പ് ചെയ്യാനായിട്ട് നോക്കുക. അതുപോലെ തന്നെ നോ പറയേണ്ട സ്ഥലത്ത് നോ പറയാനായിട്ട് നോക്കുക. ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരെ വിട്ടു നിൽക്കുക, അവരുടെ അടുത്തൊക്കെ നോ പറയുക. അങ്ങനത്തെ റിലേഷൻഷിപ്പ് ഒന്നും കീപ്പ് ചെയ്യാണ്ടിരിക്കുക. ഒന്നിനും വേണ്ടി നമ്മളെ സാക്രിഫൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. എപ്പോഴും ലൈഫിൽ പങ്ക്ച്വാലിറ്റി, ഡിസിപ്ലിൻ, ഒരു ഓർഡർ നമ്മുടെ ഡെയിലി ലൈഫിൽ കീപ്പ് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്കൊരു ചിട്ടയായിട്ടുള്ള ഒരു ജീവിതം, നല്ല രീതിക്ക് ഒരു വൃത്തിക്ക് ഒരു നീറ്റ് ആയിട്ടുള്ള ജീവിതം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഈ പറയുന്ന ഒരു കാര്യം ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ലൈഫ് അത് ഒരേ ഒരു ജീവിതം മാത്രമേ നമുക്കുള്ളൂ. എന്തെങ്കിലും
തന്നതാണ്. ആ ഒരു ജീവിതം നമ്മൾ ധൈര്യത്തോട് കൂടിയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കണം. നമ്മൾ ധൈര്യത്തോട് കൂടിയിട്ട് നേരിടണം നമ്മുടെ ജീവിതത്തിൽ. നമുക്ക് അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിരിക്കും. പല സമയത്തും നമുക്ക് ഈ ജീവിതമേ വേണ്ട, എന്തിനീ ജീവിതം എന്നുള്ളത് നമുക്ക് തോന്നിപ്പോകും. അത്രത്തോളം നമ്മൾ പരാജയപ്പെട്ടിരിക്കുകയായിരിക്കും. പക്ഷെ അതിനേക്കാൾ നല്ലൊരു ഒരു ഒരു വിജയിക്കുന്ന ഒരു സിറ്റുവേഷൻ നമ്മുടെ ലൈഫിൽ വരും. നല്ല രസം തരുന്ന നല്ല ഹാപ്പി ആയിട്ടുള്ള സിറ്റുവേഷൻസ് നമ്മുടെ ലൈഫിൽ വരും. അപ്പൊ ഇങ്ങനെ അതിങ്ങനെ മാറി മറന്നുകൊണ്ടേ ഇരിക്കല്ലോ. കുറേ നല്ല രീതിക്ക് ഇരിക്കുകയാണെങ്കിൽ പിന്നെ ഒരൊറ്റ താഴ്ചയായിരിക്കും നമുക്ക്. അങ്ങനെ അത് മാറി മറന്നുകൊണ്ടേ ഇരിക്കും. എപ്പോഴും ലൈഫ് എന്ന് പറയുന്നത് ഡൂ ഓർ ഡൈ എന്ന് പറയുന്ന പോലെയാണ് അല്ലെ. ഒന്നല്ലെങ്കിൽ നമ്മൾ മരിക്കും, അല്ലെങ്കിൽ നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് മുന്നോട്ട് കൊണ്ടുപോകുക. അപ്പൊ ഡൂ ഓർ ഡൈ എന്ന് പറയുന്ന ഒരു ടൈറ്റിലാണ് നമ്മുടെ ലൈഫ് എപ്പോഴും നടക്കുന്നത്. എപ്പോഴും നമ്മൾ ആ ഒരു ലൈഫ് എന്ന് പറയുന്നത് വളരെ ധൈര്യത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോവുക. അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും, അത് അക്സെപ്റ്റ് ചെയ്യുക. എന്തായാലും ജീവിതമാണ്, അവിടെ മുന്നോട്ട് നയിച്ചേ പറ്റുള്ളൂ. അത് തീരുന്ന സമയത്ത് തീരട്ടെ. നമ്മളായിട്ട് അതിന് ഭയങ്കരമായിട്ട് പാട്ടം പിടിച്ച ഒരു നിലയിലേക്ക് കൊണ്ടെത്തിക്കാൻ നോക്കണ്ട. നമ്മൾ ദ ബെസ്റ്റ് നമ്മുടെ ലൈഫിന് വേണ്ടി ചെയ്യാനായിട്ട് നോക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങളാണ്, ചെറിയ ചെറിയ കാര്യങ്ങളാണ്, നിങ്ങൾ ശ്രദ്ധിക്കാതെ പോയ വിഷയങ്ങളായിരിക്കും. നിങ്ങൾ ഇതൊക്കെ ഒന്ന് കീപ്പ് ചെയ്ത് നോക്കുക. അപ്പോഴാണ് നമ്മുടെ ലൈഫിനൊരു ഒരു വൃത്തി അപ്പൊ തന്നെ നമുക്ക് ഫീൽ ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ ഒരു ബെസ്റ്റ് വേർഷൻ നമ്മൾ കാണിക്കുന്നുണ്ട് എന്നുള്ളൊരു സെൽഫ് കോൺഫിഡൻസ് നമുക്ക് അപ്പോൾ തന്നെ വരും അല്ലെ. ഇങ്ങനെയൊക്കെ ഒന്ന് ഈ ടിപ്സ് ഒക്കെ ഒന്ന് നിങ്ങൾ ഫോളോ ചെയ്യാൻ നോക്കുന്നു. ഓക്കെ.